തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിൽ വൻ തീപിടുത്തമുണ്ടായി എന്നുള്ള ഗൗരവതരമായ ഒരു വാർത്തയുണ്ട്. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ചായിരുന്നു ഈ അപകടമുണ്ടായത്. തീവണ്ടിയുടെ 2 ബോഗികൾ പൂർണ്ണമായും എഞ്ചിനും B3 കോച്ചുമാണ് B1 കോച്ചുമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആളപായമില്ല എന്നുള്ളത് ഏറ്റവും ഭാഗ്യം ചെയ്തൊരു സംഭവം തന്നെയാണ്, സംശയമില്ല. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, 2 ബോഗികൾ കത്തി നശിച്ചു പൂർണ്ണമായും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതെങ്ങനെയാണ് തീപിടുത്തം സംഭവിച്ചത്? വളരെ വേഗം യാത്രക്കാരെ രക്ഷിക്കാനായി എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? രഞ്ജിത്ത്, പ്രാഥമികമായിട്ടുള്ള വിവരം വെച്ചിട്ട് ഇന്ന് പുലർച്ചെ 5:15 ഈ അപകടം. എഞ്ചിൻ റൂമിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായത്. ആദ്യം എഞ്ചിൻ റൂമിൽ ഈ തീപിടുത്തമുണ്ടായി. അത് സമീപമുണ്ടായിരുന്ന B1 കോച്ചിലേക്കും വ്യാപിക്കുകയായിരുന്നു. എന്തായാലും 2 കോച്ചും പൂർണ്ണമായി കത്തി നശിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. 5:15 തന്നെ യാത്രക്കാരെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാൽ നിലവിൽ നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ആർക്കും മറ്റ് പരിക്കേറ്റതായിട്ട് വിവരമില്ല. അതുപോലെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നടന്നതായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ മരണം പോലെയുള്ള ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോക്കോ പൈലറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരുടെയും സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് ഇത്തരത്തിലൊരു വലിയ അപകടത്തിൽ നിന്ന് ആ യാത്രക്കാരെ രക്ഷിച്ചതെന്ന് വേണം നമുക്ക് ഇവിടെ എടുത്തു പറയാൻ. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ചായിരുന്നു അപകടം. ഈ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് രാജധാനി എക്സ്പ്രസ് പുറപ്പെട്ടത്. കോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തുന്നതിന് കുറച്ചു മുൻപാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഒരു നഗരപ്രദേശമായതിനാൽ തന്നെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റ് രക്ഷാപ്രവർത്തകർക്ക് ഓടിയെത്താനായി, സംയോജിതമായി ആ തീ അണയ്ക്കാനായി എന്നതും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ഈ തീപിടുത്തത്തിൻ്റെ കാരണം ഉൾപ്പെടെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അതുതന്നെയാണ്. രാജധാനി എക്സ്പ്രസിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. യാത്രക്കാർ ഒക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലയാളികളടക്കം നിരവധി യാത്രക്കാർ സ്ഥിരമായി ആശ്രയിക്കുന്ന ഒരു തീവണ്ടി കൂടിയാണ് രാജധാനി എക്സ്പ്രസ്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 ബോഗികൾ ഇതിനകം കത്തി നശിച്ചു എന്ന് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും യാത്രക്കാർക്ക് അപായമില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. എഞ്ചിനിലും B1 കോച്ചിലുമാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാവിലെ 5:30 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം സംഭവിച്ചിരിക്കുന്നത്. എഞ്ചിനുകളിൽ നിന്ന് ബോഗികൾ പൂർണ്ണമായും വേർപെടുത്തി എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ ലഭിക്കും എന്ന് കരുതാം.